അവളുടെ കൺമുന്നിൽ വെച്ചല്ലേ അവളുടെ കുഞ്ഞിനെ അവൻ. നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. അതാ ജീവിതം. 11. അത് ലെമൺ, ഇത് 11, 11. അവൻ ഇനി വരുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അഥവാ വന്നാൽ തന്നെ ക്ലാര അവനെ വീണ്ടും സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ? അവളുടെ കൺമുന്നിൽ വെച്ചല്ലേ അവളുടെ കുഞ്ഞിനെ അവൻ. അതെ, സമ്മതിക്കുന്നു. മൈക്കിളിനെ ഇനി അവൾ സ്വീകരിക്കില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ കുഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ ഇനി ഒരു പുതിയ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയ്ക്ക് പോലും ക്ലാരയിൽ സ്ഥാനമില്ലാതെ വരും. അതിന് നമ്മൾ കൂട്ടു നിൽക്കണോ മോളി? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ അച്ചായ. ആദ്യം നമുക്ക് നമ്മുടെ മോളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരെ. അവൾ നമ്മളോടൊപ്പം വീണ്ടും താമസിച്ചു തുടങ്ങിയ, നമ്മുടെ സ്നേഹം വീണ്ടും അനുഭവിച്ചു തുടങ്ങിയ, അവൾ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കും. എനിക്കത് ഉറപ്പുണ്ട് അച്ചായ. അതിനോടകം നമുക്ക് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്താൻ കഴിഞ്ഞാലോ? കുളിയും ജപവും ഒന്നുമില്ലാതെ ആ ഹോസ്പിറ്റൽ റൂമിൽ തന്നെ അടയിരിക്കുന്നതാ തനിക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഗാഥേശാലിനിയൊക്കെ ഉണ്ടല്ലോ, എന്നാലും തനിക്കതിന് കഴിയുന്നില്ലെന്ന് വെച്ചാൽ. ഞാനെപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ് സാർ. അതുകൊണ്ടാണ്. എങ്ങക്കല്ല, തനിക്കെന്ന് പറ. അതല്ലേ കൂടുതൽ കറക്റ്റ്. എടോ ശ്യാമേ, താൻ ഇത്രയും സെൻസിറ്റീവ് ആകരുത്. നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചു പോയി. അതിലെല്ലാവർക്കും വേദനയും ഉണ്ട് എന്ന് കരുതി എപ്പോഴും അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചിങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. അതാ ജീവിതം. സംഭവിച്ചൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുന്നത്ര നിസ്സാര കാര്യങ്ങളല്ലല്ലോ സാർ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാം. ഇനിയും പ്രതീക്ഷയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലല്ലോ സാർ. ഡോക്ടർ ലളിതാ ഗോപാൽ പറഞ്ഞതുപോലെ ഒരു അഡോപ്ഷൻ, അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ഈ സാഹചര്യത്തിൽ ശ്യാമിന്റെയോ മറ്റാരുടെയോ സാന്നിധ്യത്തെക്കാൾ ഗംഗയ്ക്ക് ആവശ്യം ഒരു കുഞ്ഞിൻ്റെതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ ലളിത അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഓർഫനേജിലെ കുട്ടിയാണ്. ഓഹോ. പേര് സ്നേഹ. ഗംഗയ്ക്ക് അവളെ ഇഷ്ടമാണ്. ശ്യാം അവളെ കണ്ടിട്ടുണ്ടോ? ഓ സർ, അവൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് അധികവും. ഷീസ് വെരി വെരി സ്മാർട്ട്. ഞങ്ങൾ ആ ഓർഫനേജിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ക്ലാരയെ താൻ? ഇല്ല സർ, ഇതുവരെ ക്ലാര എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ക്ലാര ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നു എന്ന് മുമ്പൊരിക്കൽ സാറിനോട് പറഞ്ഞിട്ടില്ലേ? ആ കുഞ്ഞ് തന്നെയാണോ ഈ സ്നേഹ എന്നെനിക്ക് സംശയമുണ്ട് സർ. പേര് സ്നേഹയെന്ന് തന്നെയാണ് ശ്യാം. അവളുടെ മരിച്ചുപോയ കുഞ്ഞിന്റെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് ആ കത്തിലുണ്ടായിരുന്നല്ലോ. ഞാനും അത് വായിച്ചല്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. ക്ലാരമ്മ എന്ന് പറഞ്ഞ സ്നേഹയ്ക്ക് ജീവനാണ് സർ. ക്ലാരയുടെ സ്റ്റാൻഡ് വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോ അതിന്റെ പേരിലല്ലേ ശ്യാം ഇപ്പോഴും അവള് ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ അകന്നു കഴിയുന്നത്. മോളിക്കുട്ടിയുടെ ആരോഗ്യനില പോലും അപകടത്തിലായേക്കോന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് പോലും അവളെ വന്നൊന്ന് കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ ക്ലാര തയ്യാറാകുന്നുണ്ടോ? അപ്പോ ഞങ്ങൾ രണ്ടാളെക്കാളൊക്കെ വലുത് ആ കുഞ്ഞാണെന്നുള്ളത് ഉറപ്പല്ലേ? ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലല്ലേ അവൾ ഞങ്ങളെ ഉപേക്ഷിച്ചത്? ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോ. ഇല്ല ശ്യാം, എനിക്ക് അവളെ അറിയാവുന്നതുപോലെ ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല.
എനിക്ക് അവിടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. ശ്യാം വേണമെങ്കിൽ ട്രൈ ചെയ്തോ. ഡോക്ടർ ലളിത ക്ലാരയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടായാലോ? എങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ മോൾക്കൊരു പുതിയ ജീവിതം, ഗംഗയ്ക്കൊരു പുനർജന്മം. ആരോരും ഇല്ലാത്ത ആ കുഞ്ഞിന് ഇതുപോലൊരു സുരക്ഷിതത്വം മറ്റൊരിടത്തു നിന്നും കിട്ടാനും പോകുന്നില്ല. ദൈവമേ, നീ കരുണയുള്ളവനാണെങ്കിൽ. സാറ് ആന്റിയും കുട്ടി ക്ലാരയെ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കണം. സാറിന്റെ വാശി കളയണം. ക്ലാരയോട് സൗമ്യമായിട്ട് സംസാരിക്കണം. എല്ലാം കൂടി ആവുമ്പോ ക്ലാര ഒരു പുനർചിന്തനത്തിന് തയ്യാറായാലോ? മോളെ, അച്ചായൻ ഇറങ്ങുന്നില്ലേ? നീ പൊയ്ക്കോ മോളിക്കുട്ടി, ഞാനിതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. അത് ലെമൺ, ഇത് 11, 11. ആഹാ, കൊള്ളാലോ ആള്. മോളുടെ പേരെന്താ? മോളുടെ അമ്മയുടെ പേരോ? പപ്പ എവിടെയാ? ദൂരെ വരും. വല്ലപ്പത്തിന് വരുമ്പോ ചെക്കുണ്ട് സ്നേഹമോൾക്ക്. പക്ഷെ ക്ലാരമ്മനെ കാട്ടി തന്നില്ല. കൊണ്ടുപോകുന്നു എപ്പോഴും പറഞ്ഞു പറ്റിക്ക. സ്നേഹയുടെ വല്ലപ്പത്തിന് ആരാന്നറിയാമോ? വക്കീല, തരുക വക്കീല്. സ്നേഹമോളും വക്കീല. മോളെ, ക്ലാരമ്മ
ഇപ്പോഴാണ് മമ്മിയും പപ്പയും വന്ന്. നിന്നെ മാത്രമല്ല മോളെ, ഇവളെയും. സത്യ മോളെ, പപ്പ വന്നിരിക്കുന്ന നീ കണ്ടില്ലേ? നമുക്ക് പോകാം മോളെ. ക്ലാരമ്മേ? ക്ലാരമ്മയുടെ പപ്പയും മമ്മിയോ? അപ്പൊ സ്നേഹം ഉണ്ടാരാ? വലിയപ്പച്ചനെ വലിയപ്പച്ചി. നമുക്ക് വീട്ടിൽ പോകാം ക്ലാരമ്മേ. ഞങ്ങൾ തന്നെ തോറ്റു തന്നേക്കാം. സ്വന്തം മോടെ മുമ്പിലല്ലേ. സാരമില്ല. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനിയും നിന്റെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പപ്പയുടെയും മമ്മിയുടെയും ദുഃഖങ്ങൾക്ക് എൻ്റെ മോൾ ഇന്നോളം വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ. ഇതെന്ത് സംസാരം അച്ചായ? ഇങ്ങനെയാണോ? തീരുമാനം എന്താണെങ്കിലും ഉടനെ വേണം. ഇനി ഇങ്ങനൊരു ക്ഷണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട.